അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് മുദ്ദസിറിലെ 31-ാമത്തെ ആയത്തിലെ ചില പരാമർശങ്ങളെ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഈ വിശദീകരണം എന്ന് പറയുന്നത് ഖുർആനിലും അള്ളാഹുവിലും റസൂലിലും ഒക്കെ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അതേപോലെ തന്നെ നിഷ്പക്ഷമായി കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് സത്യം അംഗീകരിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയുമാണ്. അതല്ലാതെ നാസ്തികർക്കോ അല്ലെങ്കിൽ നിഷേധികൾക്കോ വേണ്ടിയുള്ളതല്ല. ഇവിടെ ലിയസ്തൈഖിനല്ലദീന ഊത്തുൽ കിതാബ്, ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ദൃഢബോധ്യം വരാൻ എന്ന് ഒരു പ്രയോഗമുണ്ട്. വമാ ജഅൽനാ ഇദ്ദത്തഹും ഇല്ലാ ഫിത്നത്തൻ ലില്ലദീന കഫറു എന്ന് കഴിഞ്ഞിട്ട് ലിയസ്തൈഖിനല്ലദീന ഊത്തുൽ കിതാബ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ വേദക്കാരായിട്ടുള്ള, വിശേഷിച്ചും യഹൂദരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ചിലരോട് നരകത്തിൻ്റെ പാറാവുകാർ, അതിൻ്റെ സൂക്ഷിപ്പുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നുവോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സഹാബിമാർക്ക് അത് അറിയില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ നബിയോട് ചോദിച്ചിട്ട് പറയാം. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നതെന്നാണ്. ഇവിടെ മറ്റൊരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടത്, ഖുർആൻ ഒരിക്കലും ഒന്നായിട്ടിറങ്ങിയ ഒരു ഗ്രന്ഥമല്ല. അത് പലപ്പോഴായിട്ട് പല ഭാഗങ്ങളായിട്ട് സന്ദർഭാനുസൃതം ഇറങ്ങിയിട്ടുള്ളതാണ്. ഓരോ ഭാഗവും ഇറങ്ങുമ്പോൾ അത് ഖുർആനിൽ ഏത് സൂറത്തിൻ്റെ മുമ്പ്, ശേഷം, അതുപോലെ തന്നെ ആയത്തുകൾ ഏത് സൂറത്തിൽ, ഏത് ആയത്തിൻ്റെ മുമ്പ്, ശേഷം എന്നതൊക്കെ ജിബ്രീലിൻ്റെ നിർദ്ദേശമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എഴുത്തുകാരായിട്ടുള്ള വഹി എഴുതി വെക്കുന്ന ആളുകളെ അറിയിക്കുകയും അവർ എഴുതി വെക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഖുർആനിൽ പ്രാസം നിലച്ചു പോകുന്നുവെന്നോ അല്ലെങ്കിൽ ഒരു വലിയ ലേഖനം എടുക്കു വരുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഖുർആനിൻ്റെ ഘടന എന്ന് പറയുന്നത് സാധാരണ പുസ്തകങ്ങളുടെ ഘടനയല്ല എന്നതാണ് ഒരു വശം. രണ്ടാമത്തേത്, ഇങ്ങനെയുള്ള ഒരു ഘടനയിലുള്ളൊരു പുസ്തകം, അതിൽ ആവർത്തനങ്ങളുണ്ട്. ഒരേ കാര്യം തന്നെ പല രീതിയിൽ പല ശൈലിയിലായിരിക്കും പറയാം. ഇതൊരു സാധാരണ പുസ്തകത്തിലാണെങ്കിൽ അവിടെ ആവർത്തന വിരസത വരാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ കാര്യം പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും അതിൽ അവർക്ക് ആവർത്തന വിരസത അനുഭവപ്പെടാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ടാണ് പലപ്പോഴും ആയത്തുകൾ ഇറങ്ങാറുള്ളത്. ആ നിലക്കാണ് ഇവിടെ അലൈഹ തിസ്അത അശർ എന്ന് തുടങ്ങുന്ന ഈ 30-31 ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളതും. അപ്പോൾ ജൂതന്മാരുടെ ഈ ചോദ്യത്തിന് മറുപടി എന്നുള്ളവർക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിനെ, ഈ മലക്കുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് പറഞ്ഞതിൽ യസ്തൈഖിനല്ലദീന ഊത്തുൽ കിതാബ്. ഇവിടെ ഗ്രന്ഥം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണ ബോധ്യം വരാൻ എന്ന് പറയുമ്പോൾ, നേരത്തെ തന്നെ യഹൂദർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നുള്ളത്. പക്ഷെ അത് വ്യക്തമായി പച്ചയിൽ അംഗീകരിക്കാൻ അവർ സന്നദ്ധരല്ല. അതവരുടെ വംശീയമായിട്ടുള്ള വിരോധമാണ് കാരണം എന്നുള്ളത് അവരുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഇസ്രായേലികളിൽ നിന്ന് പ്രവാചകൻ വരുമെന്നാണ്, ഇത് ഇസ്മായിലികളിൽ നിന്നാണ് പ്രവാചകൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് വിശ്വസിക്കാൻ സാധ്യമല്ല എന്നൽക്കാണ് അവരുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ജബ്ബാറിൻ്റെ ഇത് അറബികൾക്കുള്ള ഗ്രന്ഥമാണ്
പ്രവാചകനാണ് എന്ന ജബ്ബാറിയൻ വാദം അത് യഥാർത്ഥത്തിൽ ജബ്ബാറിലല്ല, അത് ജൂതന്മാർ പണ്ട് വാദിച്ചു പോന്നിട്ടുള്ളതാണ്. ജൂതന്മാരിൽ തന്നെ ഒരു വിഭാഗം മുഹമ്മദ് സത്യപ്രവാചകനാണ്, പക്ഷേ അദ്ദേഹം അറബികൾക്ക് വന്ന പ്രവാചകനാണ്, ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കേണ്ടതില്ല എന്ന് വാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വാദങ്ങൾ എടുത്തുകൊണ്ടാണ് തൻ്റേത് എന്ന നിനക്ക് പൊടി തട്ടിയെടുത്തിട്ട് ജബ്ബാറിനെ പോലുള്ള ആളുകൾ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കൂട്ടത്തിൽ അവർ നബിയെ പരീക്ഷിക്കാനെന്നോണം ചോദിച്ചൊരു ചോദ്യമാണ് ഈ നരകത്തിൻ്റെ പാറാവുകാർ എത്രയാണ് എന്നുള്ളത് നബിയുടെ അനുചരന്മാരോട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് നബിയോട് ചോദിക്കട്ടെ. അങ്ങനെ നബിയോട് ചോദിച്ചപ്പോൾ അതിന് നൽകിയ മറുപടിയാണ് ഈ ആയത്ത് ഉമാ ജഅൽനാ ഇദ്ദത്തഹും. അപ്പോൾ അതിൽ യസ്തൈഖനല്ലദീന ഊത്തുൽ കിതാബ് എന്ന് പറയുമ്പോൾ വേദക്കാർ വിശേഷിച്ചും ജൂതന്മാരുടെ അടുത്ത് ഇത് സംബന്ധിച്ചുള്ള വിവരമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുമ്പോൾ അവർക്ക് ഒന്നുകൂടി കൂടുതൽ ബോധ്യമാവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ ബോധ്യമാണ് ഇവിടെ യസ്തൈഖനല്ലദീന ഊത്തുൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൈന്യം, അതായത് മലക്കുകൾ, ഇവിടെ ഒമായാലും ജനൂദ റബ്ബിക്ക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സൈന്യം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മലക്കുകളെയാണ്. ഈ മലക്കുകളുടെ എണ്ണം എത്രയാണ് അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ നരകത്തിൻ്റെ പാറാവുകാരായിട്ട് 19 ആളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാത്രമേ അതിൻ്റെ പാറാവുകാരായിട്ടുള്ളൂ, ആ കാര്യങ്ങൾ കൈയാളുന്നവരായിട്ടുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ 19 എന്നാൽ അവരോടൊപ്പം വേറെയും മലക്കുകളുണ്ട് എന്ന് ഹദീസ് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമൊക്കെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞൊരു സംഗതിയുണ്ട്. നബിയുടെ ഇസ്രാഇൻ്റെ മെഹറാജിൻ്റെ രാത്രിയിൽ നബിക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതി എന്നുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബൈത്തുൽ മഅമൂർ, ആ ബൈത്തുൽ മഅമൂറിൽ ഓരോ ദിവസവും അതിൽ പറയുന്നത് തന്നെ ഫൈദാഹുവ യദ്ഖുലുഹു ഫീ കുല്ലി യൗമിൻ 70,000 മലക്ക്. ഓരോ ദിവസവും ഈ ബൈത്തുൽ മഅമൂറിലേക്ക് 70,000 മലക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സുമ്മ ലാ യഊദൂന ഇലൈഹി ആഖിറ മാ അലൈഹിം, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവർ അതിലേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പം ഈ പ്രപഞ്ചം തുടങ്ങിയ അന്ന് തൊട്ട് നിത്യേന 70,000 മലക്കുകൾ ഈ ബൈത്തുൽ മഅമൂറിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ മലക്കുകളുടെ എണ്ണപ്പെരുപ്പം എത്ര ഉണ്ടാവും? അത് മനുഷ്യന് കണക്കൂട്ടാൻ കഴിയാത്ത അത്രയും മലക്കുകളുണ്ട് എന്നാണ്. അതാണ് അള്ളാഹുവിന് മാത്രമേ അവൻ്റെ സൈന്യത്തെ അറിയൂ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായിട്ട് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നി അറാ മാ ലാ തറൗൻ വഅസ്മഉ മാ ലാ തസ്മഊൻ, നിങ്ങൾ കാണാത്ത ചിലത് ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കേൾക്കാത്ത ചിലത് ഞാൻ കേൾക്കുന്നുണ്ട് എന്നാണ്. അതായത് പ്രവാചകന്മാർ, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം കാര്യമല്ല, ഏതൊരു പ്രവാചകനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നുള്ളവർക്ക് ആ പ്രവാചകന് കൂടുതൽ ദൃഢബോധ്യം വരാൻ പാകത്തിൽ അള്ളാഹു ആകാശഭൂമികളുടെ സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിൽ പറഞ്ഞു കദാലിക നുരി ഇബ്രാഹിം മലക്കൂത്ത സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മലക്കൂത്ത്, അതിൻ്റെ ഭരണക്രമം അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണ രീതി, ഇത് ഇബ്രാഹിമിന് നമ്മൾ കാണിച്ചു കൊടുത്തു എന്നാണ്. എന്തിനാണ് കാണിച്ചു കൊടുത്തത്? കദാലിക നുരി ഇബ്രാഹിം മലക്കൂത്ത സമാവാതി വൽ അർദ് വലിയക്കൂന മിനൽ മൂഖിനീൻ, അദ്ദേഹത്തിന് കൂടുതൽ ദൃഢബോധ്യമുണ്ടാവാൻ, അദ്ദേഹം അങ്ങനെയുള്ള ദൃഢബോധ്യമുള്ള ആളുകളിൽ ഉൾപ്പെടാൻ എന്നാണ് അവിടെ ഖുർആൻ പറഞ്ഞത്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്നെ നബി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് കാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹയ്യൽ മൗത്ത, നീ എങ്ങനെയാണ് മരിച്ചവരെ ജയിപ്പിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ? അപ്പോൾ അതിന് അള്ളാഹു നൽകിയ മറുപടി സൂറത്ത് ബഖറയിൽ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് റബ്ബി അരിനി, നാഥ എന്നെ എനിക്കൊന്ന് കാണിച്ചു തരണം, അന്തുറിലേക്ക്, എന്നെ കാണാൻ എനിക്ക് വല്ലാത്ത മോഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ലൻ തറാനി, നിനക്കെന്നെ കാണാൻ കഴിയില്ല. അപ്പോൾ ഇത് പ്രവാചകന്മാർക്ക് ഉണ്ടാകുന്നൊരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥയാണ്.
ആ അവസ്ഥയിൽ ഒന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നി അറാ മാലാ തറൗൻ വസ്മഉ മാലാ തസ്മഊൻ. നിങ്ങൾ കാണാത്ത ചിലത് ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കേൾക്കാത്ത ചിലത് ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞു, അത്തത്തിസ്സമാഉ വഹുഖലഹ അൻ തഇത്ത. ആകാശത്തിന് ഒരു ശബ്ദമുണ്ടായി, അത്തത്തിസ്സമാഉ. അത് അങ്ങനെ ശബ്ദിക്കുക അല്ലെങ്കിൽ ആ ശബ്ദം ഉണ്ടാകുക എന്നുള്ളത് ആകാശത്തിന് ചേർന്നൊരു സംഗതി തന്നെയാണ്. എന്താണ് അതിന് കാരണം? മാഫിഹ മൗളി അസാബിയ ഇല്ലാ അലൈഹി മലക്കുൻ. അവിടെ ഈ ആകാശത്തിൽ ഒരു മലക്കില്ലാത്ത ഒരു വിരലിൻ്റെ സ്ഥലം പോലും ബാക്കിയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മലക്ക് സാജിദ്, അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൗ അലിംതും ആലമു ലഹിഖ്തും കസീറൻ വല ബക്കൈത്തും കസീറ ലഹിഖ്തും ഖലീലൻ വല ബക്കൈത്തും കസീറ. ഞാൻ അറിയുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാനാവുമായിരുന്നില്ല. നിങ്ങൾ അത്യല്പമായിട്ടേ ചിരിക്കൂ, കൂടുതൽ നിങ്ങൾ കരയായിരിക്കും ചെയ്യുക എന്ന് പറഞ്ഞതായിട്ട് ഹദീസ് ഉദ്ധരിച്ചു വന്നത് കാണാം. അപ്പോൾ ഇത് മലക്കുകളുമായി ബന്ധപ്പെട്ട ഈ കാര്യം നാസ്തികന്മാർക്ക് എന്നല്ല വിശ്വാസികൾക്ക് പോലും കാണിച്ചു കൊടുക്കാൻ ഈ ഭൂമിയിൽ വെച്ച് സാധ്യമല്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് വല്ലാതെ ചർച്ച ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇസ്ലാം ഒരു സത്യവിശ്വാസി എപ്പോഴാണ് സത്യവിശ്വാസിയാവുന്നത് എന്ന് ഖുർആനിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു വച്ചിട്ടുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുക. കാണാൻ ഇപ്പോൾ ഈ ഭൂമിയിലെ ജീവിതത്തിൽ കാണാൻ സാധ്യമല്ലാത്ത ചില കാര്യങ്ങളിൽ കൂടി വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഒരാൾ വിശ്വാസിയാവൂ എന്നതാണ് ഖുർആൻ്റെ നിലപാട്. അതുകൊണ്ട് ഗൈബിൽ വിശ്വസിക്കുക എന്നുള്ളത്, അദൃശ്യ കാര്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അയാൾ വിശ്വാസിയാവാൻ അനിവാര്യമായൊരു കാര്യമാണ്. അത് ഇവിടെ നിഷേധികൾക്കെന്ന് മാത്രമല്ല വിശ്വാസികൾക്ക് പോലും കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഇവിടെ അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന ആ ഒറ്റ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിശ്വാസി ഇത് ഉൾക്കൊള്ളുന്നത് എന്നതാണ് അതിൽ വസ്തുത. അത് സംബന്ധിച്ച് ദീർഘമായിട്ടുള്ളൊരു ചർച്ച കൊണ്ട് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് പാദാർത്ഥിക ലോകത്ത് നിന്നുകൊണ്ട് പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുന്ന ഒരു സംഗതിയല്ല എന്നതും ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.